ചാക്കോ പാട്ട് പഠിക്കേ ഗോഡ്സ് ലവ് പാടൂ. ജയ് ഹിന്ദ് ഒന്നും കൂടെ പാടോ. ഗോഡ്സ് ലവ് ജയ് ഹിന്ദ്. ഞാൻ സ്കൂളിൽ പോവാന്ന് പറയും. പോയിട്ട് വരാന്ന് പറയും. സേ ബൈ. ബാ പോവാ, ഡാഡി റെഡിയാണ്. ലെറ്റ്സ് ഗോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂലൈ 1, എല്ലാവർക്കും നല്ലൊരു മന്ത് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിരുന്നേക്കാൻ, ഓൾറെഡി 6 മണിയായിട്ടോ. പനിയും ചുമയൊക്കെ കാരണം എല്ലാവർക്കും നല്ല സുഖമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വെച്ച് ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗ് എടുത്ത് 1-ാം തീയതി അങ്ങോട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഈ പനിയും ബഹളമൊക്കെ കാരണം ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് ഇന്നലെ രാത്രി ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, എൻ്റെ രാവിലത്തെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ വ്ളോഗിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ നല്ലൊരു മന്ത് ഞാൻ വിഷ് ചെയ്യാണ്, നല്ലൊരു ദിവസവും വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വായോ നമുക്ക് ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു വെറൈറ്റിക്ക് മൈക്കൊക്കെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്ര നേരത്തേനൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും പരിപ്പ് കറിയോ മസാലക്കറിയോ വെക്കാം. ഉച്ചയ്ക്കത്തേന് വെണ്ടയ്ക്ക ഉപ്പേരിയും മീൻ വറുത്തതും മീൻ കറിയാണ് എൻ്റെ മനസ്സിലുള്ളത്. എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഇന്ന് തോമുന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തോമു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്രെഡ് മതി, വേറെ ഹെവി ആയിട്ടൊന്നും വെക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വയ്യാത്തത് കൊണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചാക്കോന് ചോറ് എന്തെങ്കിലും ഞാൻ കൊടുത്തു വിടും. അപ്പം നമുക്ക് നോക്കിയിട്ട് ആലോചിച്ചിട്ടത് ചെയ്യാം. എനിവേ, അതിന് മുന്നോടിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യാം. പറ്റിയാൽ ഡിന്നറിനടക്കം ഉള്ളതാണ് വെക്കണമെന്ന് എൻ്റെ മനസ്സിലെ അത്യാഗ്രഹം. ബട്ട് എത്ര നേരം ഈ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യേണ്ടതൊക്കെ കുക്ക് ചെയ്യും, ബട്ട് വ്ളോഗ് എടുക്കലാണ് ഒരു ടാസ്ക്. എനിവേ, ഞാൻ ഇന്ന് മറ്റേ സ്റ്റാൻഡും കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, ഒരു എളുപ്പത്തിന് നല്ലൊരു ഇത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ആദ്യം കാപ്പി ഇട്ട് വെക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കട്ടോ. നമുക്ക് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇത് തികയില്ല, എന്നാലും ഇട്ട് വെക്കാം. ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ട്, നോൺ വെജ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കാപ്പിക്കുള്ള പാല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പച്ചക്കറി കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ല, വെണ്ടയ്ക്ക ഉപ്പേരി വെക്കാനുള്ള പച്ചക്കറി ബോക്സ് ഞാൻ എടുത്തിട്ട് വരാം. ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനും ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് രാത്രിത്തേന് കറി വെക്കാനായിട്ട്. പിന്നെ പച്ചമുളക്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഐറ്റംസാണേ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. മെയിൻ പരിപാടി കാപ്പി വെക്കലാണ്. ഞാൻ കാപ്പി വെക്കാത്ത ദിവസമായിരിക്കും ആരെങ്കിലും എഴുന്നേറ്റ് വരിക. അതൊരു പ്രശ്നമാണ്. നമുക്കിപ്പം ആ സൺറൈസിൻ്റെ സാഷെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബെസ്റ്റിൽ നിന്ന്. അപ്പം ഇപ്പോൾ ഡെയിലി രാവിലെ കോഫിയാണ്, ഈവനിങ് ചായ. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കറിക്കുള്ള പരിപ്പ് വേവിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ അത് ഡിലേ ആവും. ഞാൻ കുറച്ചെടുത്തേ വെക്കുന്നുള്ളൂ, കാരണം ഉച്ചയ്ക്ക് മീൻ കറിയാണല്ലോ. ഇപ്രാവശ്യം ഡാഡി വാങ്ങിച്ചുകൊണ്ട് വന്നത്, ഒട്ടുമില്ലാത്ത സമയത്ത് ഡാഡിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. വാങ്ങിച്ചത് ഈ ഒരു കളർ പരിപ്പാണ്. സോ വലിയ സുഖമില്ല, കഴുകുമ്പോൾ തന്നെ മടുപ്പാവും. എന്താണെന്നറിയില്ല. ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. തൃശ്ശൂരുകാരുടെ മെയിൻ ഒരു ഡിഷാണ് കേട്ടോ പരിപ്പ് കുത്തിക്കാച്ചിയത്. എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ, കാരണം നമുക്ക് പ്രത്യേകിച്ച് ഫ്ലേവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. ബട്ട് ഇപ്പം ഞാനതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം കേട്ടോ. നമ്മൾ വലിയ
ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് കഴിയും. കുറച്ച് പരിപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് ഇന്നലെ രാത്രിത്തെ ചണ മസാല കുറച്ച് ഇരിക്കണ്ട, അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം കാപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് ചെന്നാലേ വണ്ടി അങ്ങോട്ട് പ്രവർത്തിക്കുള്ളൂ. അങ്ങനെ കാപ്പി റെഡി. ഇനി ഈ കപ്പിലൊഴിച്ച് മാറ്റി വെച്ചാൽ ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് എടുത്ത് കുടിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. എന്തായാലും നമുക്കുള്ളത് ആദ്യം നമുക്ക് എടുത്ത് വെക്കാം, ദെൻ കപ്പിലൊഴിച്ച് വെക്കാം കേട്ടോ. ഇത് ഞാൻ ആറി പച്ചവെള്ളമായി തണുത്ത വെള്ളമായി ഐസ് വെള്ളമായിട്ടേ ഞാൻ കുടിക്കുകയുള്ളൂ. ഇങ്ങനെ പതുക്കെ 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 ഞാൻ കുടിക്കുകയുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. പാലും പാത്രം കൈയോടെ കഴുകി വെക്കാം, ഇല്ലെങ്കിൽ ഈ സിങ്കി ഇങ്ങനെ നിറഞ്ഞ് 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 ചില ദിവസം പറ്റാറില്ല കേട്ടോ. ഒറ്റടിക്ക് എല്ലാം കൂടെ വാരിയിട്ട് പക്ഷെ കത്തിക്കുമെന്ന് കഴുകും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തിന് വീഡിയോ ഒന്ന് ബ്രേക്ക് എടുക്കുകയാണ്, വേറൊന്നുമല്ല. എനിക്ക് എൻ്റെ രാവിലത്തെ റുട്ടീൻ കേട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് അല്ലെങ്കിൽ വന്നപ്പോൾ തന്നെ വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി 6:30 എന്നാലും ഇത് കേട്ട് തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇത് ഡെയിലി കേൾക്കാറുണ്ടോയെന്ന്. ഡെയിലി ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, ഒട്ടും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാറുണ്ട്. എന്നാലും തിരിച്ച് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് രാത്രി കിടക്കുമ്പോൾ കാണുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. എന്നാലും ഇപ്പോൾ എൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് എനിക്ക് പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് ഇതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര ഒരു ബ്ലെസ്സിങ് രാവിലെ തന്നെ കിട്ടുന്നൊരു പ്രതീതിയാണ് കേട്ടോ. അപ്പോൾ എനിവേ ഇതൊന്ന് കണ്ടിട്ട് ഞാൻ വരട്ടെ കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ വീഡിയോ കണ്ടു വന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പേറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും സിമ്പിളാണ് ഇത് വെക്കാനായിട്ട്. നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത് പൂരിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ലഞ്ചിൻ്റെ പരിപാടികൾ നോക്കാം. പൂരി പിന്നെ എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് ഉണ്ടാക്കുകയുള്ളൂ, ആ ഒരു ഇത്രയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര പെട്ടെന്ന് ബുസ്സുന്നായി പോവും. ഉപ്പുണ്ടോ നോക്കട്ടെ. അല്ല ഉണ്ട്, സൂപ്പർ. ഞാൻ വെച്ചതാണെങ്കിലും സൂപ്പർ. എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്ന അത് കുറുകി ആർക്കും ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ ദേ നമ്മുടെ മീൻ കറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഹായ്, 1-ാം തീയതി അല്ലേ, കണി കാണുമ്പോൾ മോശമാവണ്ടെന്ന് ചോദിച്ചു. എന്തിട്ടാണ് എന്തിട്ട് ചെയ്യണം? എന്നിട്ട് നാളെ വരെ നോക്കാനല്ലേ പറഞ്ഞേ? ഉറങ്ങിയോ രാത്രി? അത് തോമും അങ്ങനെയാ. ആ വരുന്ന എന്തിനാ? പൊക്കോ. പാച്ചുവിന് നല്ല പനിയാണ്, എല്ലാവർക്കും ഉണ്ട്. ഇന്നലെയാണ് പാച്ചുവിന് ഔദ്യോഗികമായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചു, മീൻകറി ഓൾറെഡി റെഡിയാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇത് ചാക്കോച്ചനുള്ള ബീഫ് റൈസ് ഉണ്ടാക്കാനുള്ള ബീഫാണ് കേട്ടോ. അത് ഞാൻ നല്ലപോലെ പൊടിക്കുകയാണ്, അല്ലെങ്കിൽ പെറുക്കി മാറ്റി വെക്കും. റൈസ് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, ബിരിയാണി റൈസ്. എല്ലാം മിക്സാക്കി കേട്ടോ കൊടുത്തുവിടാം.
ഒരു ദിവസം നമ്മൾ നോർമൽ റൈസ് കൊടുത്തു വിടും, ഒരു ദിവസം ഇങ്ങനെ ബിരിയാണി റൈസ് കൊടുത്തു വിടും. ഇന്നലെ എഗ് റൈസാണ് കൊടുത്തു വിട്ടത്, ഇന്നിപ്പം ബീഫ് റൈസ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അവരോട് ഹെൽപ്പ് ചെയ്യും ഫുഡ് കഴിക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ വേഗം ഇനി ബീഫ് റൈസ് ഉണ്ടാക്കാം. നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ, മീൻ പുരട്ടി വെക്കൽ. ഇത് ഉച്ചയാകുമ്പോഴേ വറക്കുള്ളൂ, അപ്പോഴത്തേനും നല്ലപോലെ മസാല പിടിച്ച് ഇരിക്കും. നല്ല ജലദോഷ, ഉറക്കം ഒരു സൈഡ് വരുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടേ. അതാണ് ഇടയ്ക്ക് ശബ്ദം കേൾക്കണത്. മീൻകറി റെഡിയാണ്, ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി റെഡിയാണ്. ഇനി പറ്റിയ ചിക്കൻ കറിയും കൂടെ ഒന്ന് 8 മണി ആയിട്ടേ ഉള്ളൂ, പറ്റിയാൽ വിചാരിച്ചു ചിക്കൻ കറി അപ്പവും ആക്കാമെന്ന് വിചാരിച്ചു. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഭയങ്കര മുള്ള, തൊടുമ്പോൾ തന്നെ ഭയങ്കര മുള്ളു. കാണുമ്പോൾ മറ്റേ വട്ട പീസാണ്, ബട്ട് ഇറ്റ്സ് ടു മുള്ളില്ല മുള്ളണോ, മുള്ള് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. മസാല ബിസ്ക്കറ്റ് കാലി. ബിസ്ക്കറ്റ് ഈസ് കാലി. ഞാനോർത്തു ഈ ഒരു ഭാഗം വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, കാരണം കുറേ നേരം നിന്ന് ഞാൻ പാത്രം കഴുകണം. എനിക്ക് 5 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ. അപ്പം ഞാൻ അതങ്ങനെ ഇട്ട ആ പാത്രത്തിൻ്റെ ഇടലും ബഹളവും ഒക്കെ ആവും കേട്ടോ. മൂക്കിൽ നിന്ന് നല്ല വാട്ടർ ഫ്ലോ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചാണ് നിൽക്കണത്. പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ ടാപ്പ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിലെ വെള്ളം പോലെയാണ് വെള്ളം വരിക. അതെനിക്ക് ഒട്ടും പറ്റില്ല, എനിക്കും പറ്റില്ല, അമ്മയ്ക്കും പറ്റില്ല. തണുത്ത വെള്ളത്തിൽ രാവിലെ കൈയിട്ടാൽ തുമ്മലായി, ചീറ്റലായി, പിടിക്കലായി. അത് ശരിക്കും മഴ സീസണിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാത്ത സമയം അങ്ങനെ എന്താ പ്രശ്നമൊന്നുമില്ല. കുറേ നാളായി ഇങ്ങനെയൊരു ഇത് വന്നിട്ട്, പിന്നെ പനിയുള്ളത് കൊണ്ട് നല്ലൊരു സുഖം. അപ്പോൾ വേഗം പണി അവസാനിപ്പിക്കുകയാണ്. കാരണം സ്കൂളിൽ പോകാൻ നേരത്ത് ആർക്കാണ് മൂഡ് മാറുക, ആരാണ് റെഡി ആവാതെ നിൽക്കുക, ഇതൊന്നും അറിയില്ല. ചില സമയത്ത് തോമുന്, മോസ്റ്റ്ലി ഡോൺ ചേട്ടനായിരിക്കും റെഡിയാക്കുക, അല്ലെങ്കിൽ ഞാനായിരിക്കും. അപ്പം ഇടഞ്ഞ് നിൽക്കുന്ന സമയം ഡോൺ ചേട്ടൻ നൈസായിട്ട് അത് എൻ്റെ തലയിലേക്ക് ഇടും കേട്ടോ. അങ്ങനെ ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ആ തലയിലിടുമ്പോൾ ഞാൻ പെട്ടു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പെട്ടെന്ന് റെഡിയാക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത് സിങ്ക് നിറഞ്ഞ് ഇങ്ങനെ കിടക്കും. ഞാൻ ഈ പാത്രമൊക്കെ കഴുകുമ്പോൾ വിചാരിക്കട്ടെ, പണ്ട് എനിക്കിതൊന്നും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അമ്മയ്ക്ക് വയ്യെങ്കിലൊക്കെ ഈ സിങ്ക് കഴുകുക, വെള്ളത്തിൽ കഴുകുക, ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സിങ്ക് കഴുകണം മെയിൻ ആൾ ഞാൻ. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്നു. കാരണം എനിക്കിതൊന്നും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ഞാൻ തള്ളായിട്ട് പറഞ്ഞൊന്നുമല്ല, എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ബട്ട് ഞാനിന്ന് ഇതൊക്കെ ഭയങ്കര ആസ്വദിച്ച്, എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടൻ ഫസ്റ്റ്, ഡാഡി സെക്കൻഡ്, അങ്ങനെയാണ്. പൂരി അപ്പം ഉണ്ടാക്കി കഴിച്ചാലേ ഒരു ഗുമ്മുള്ളൂ, അല്ലെങ്കിൽ ഒരു രസമല്ല. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര കാര്യമായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. തോമോ മറ്റേ കുരിശ്, പള്ളിയിൽ കുരിശ് പോലെയുണ്ട്, കുരിശിൻ്റെ വഴിക്ക് കുരിശും കൊണ്ട് പോകണ പോലെ ഉണ്ട്. നേരെ കുരിശ് കിടക്കണം. തോം ആരാ സുന്ദരനാക്കിയെന്ന്? ഹൂ മേഡ് യു സുന്ദരൻ? മിണ്ടില്ല. ജ്യോതി മാമിനെ കാണാൻ പോവാണോ, അതോ ബിന്ദു മാമിനെയോ? തോമു ഉറങ്ങുകയാണ്. കണ്ണടച്ചോ. ഓ മൈ ഗോഡ്, ഫുൾ ഓഫ് പൊട്ടിത്തെറി. ഓ
ആദ്യത്തെ പൂരി ടട്ടാപ്പട്ട കാറ്റുപോലെ ഇങ്ങോട്ടാ. പാട്ട് പാടി അങ്ങനെ എന്താ പറയുക, പൂരി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഇടയ്ക്കൊരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളത് മൈൻഡ് ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. എനിക്ക് കൂടുതൽ അബദ്ധം പറ്റുക നമ്മുടെ കോൺ വറക്കുമ്പോഴാണ്. നമ്മൾ ബാർബിക്യൂ നേഷനിലൊരു കോൺ റെസിപ്പി ചെയ്യാറുണ്ട് കേട്ടോ. അത് എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ, ദൈവമേ, മാലപ്പടക്കം പൊട്ടണ പോലെ പൊട്ടുക. സൂക്ഷിച്ചില്ലെങ്കിൽ മുഖത്ത് നല്ല ചിരിച്ചിരിക്കുക. അപ്പം ഞാനൊരു മൂടിയെടുത്ത് ഹെൽമെറ്റ് പോലെ വെച്ചിട്ടാണ്, മുഖത്ത് ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് ഡാഡിക്കുള്ള പൂരിയാണ്. ഡാഡിക്കും ചാക്കവും പൂരി കഴിക്കും കേട്ടോ. പൂരിയുള്ള ദിവസം അവൻ പൂരി കഴിച്ചിട്ടാണ് പോവുക. ഓൾറെഡി ഒരെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം 1 or 2 അവൻ കഴിക്കും. അപ്പോൾ അതുണ്ടാക്കണം. പിന്നെ എനിക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാനിത് വോയിസ് മ്യൂട്ടാക്കിയത്. ഇനി പാട്ട് കേട്ടിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണാതിരിക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ പാട്ട് വെച്ചും പാട്ട് പാടിയും ഒക്കെ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും ആരെങ്കിലും കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞ് കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ആ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് ഫോൺ വെക്കുന്നതും എന്തെങ്കിലും സിനിമ കാണുന്നതും അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതും ഒക്കെ ചെയ്യാം കേട്ടോ. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ ഡിമ്പിളിനും മമ്മിക്കും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം. ആരും കൂടെ ഉള്ളത് ഇഷ്ടമേ ഇല്ല അവർക്ക്. എനിക്ക് നേരെ എൻ്റെ ഓപ്പോസിറ്റ് ടേസ്റ്റ് ആയിപ്പോയി. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഡോൺ ചേട്ടൻ അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മാറിപ്പോയെന്ന് തോന്നുന്നല്ലേ. ഞാൻ ഡാഡിക്കും ചാക്കോനും ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അല്ല, ഡാഡിക്കല്ല, ഡോൺ ചേട്ടനാണ് ഉണ്ടാക്കണത്. അതിൻ്റെ ബാക്കിയാണ് ചാക്കോ കഴിക്കുന്നത്. അപ്പോൾ അത് പ്ലേറ്റ് എടുക്കാൻ പോയേക്കാണ് കേട്ടോ. അപ്പം എടുക്കുന്ന ആൾ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയാൽ വേറൊരു പ്ലേറ്റ് റീപ്ലേസ് ചെയ്ത് വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ വിവരം അറിയുമെന്നറിയാം. അതുകൊണ്ട് വെച്ചിട്ട് ചുമ്മാ പറഞ്ഞിട്ടോ. അവരതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. ഡാഡി മോനും അതൊക്കെ ഭംഗിയിൽ നോക്കിയിട്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഈസിയാണ്. ഡോൺ ചേട്ടനെ സംബന്ധിച്ച് ഡാഡിയുടെ അത്ര ഹെൽപ്പ് ഒന്നുണ്ടെന്ന് പറയത്തില്ല. ഡാഡി മമ്മി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എന്നാലും ഡോൺ ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ചാക്കോ എവിടെയാ? ഗുഡ് മോർണിംഗ്. ഫാൻ ഓഫ് ചെയ്തിട്ട് വായോ. ഫാൻ ഓഫ് ചെയ്തിട്ട് വാ. ടി വി ഓട്ടത്തില് വാ. തുറക്കല്ലേ, ഫാൻ ഓഫ് ചെയ്തിട്ട് വാ. ആലോചിക്കുക. ചാക്കോ തോമസ് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക. വായോ, വാ പൂരി കഴിക്കാം. വായോ, തോമു സോഫയിലുണ്ട്. വായോ. ഫാൻ ഓഫ് ആക്കിട്ട് വാ. ഫാൻ ഓഫ് ആക്കിട്ട് വാ. ഫാൻ ഓഫ് ആക്കിട്ട് വാ. മൂടില്ല, ഫാൻ ഓഫ് ആക്കാതെ മൂടുന്നില്ല. ഞങ്ങളിപ്പോ തിരിച്ചു പോകില്ല, സാരമില്ല. വാ. രക്ഷയില്ല ചക്കര്. ഡ്രസ് അയ്യേ അയ്യേ അയ്യേ. ഓ ഉണ്ണിവാവ. പൂരി വേണോടാ? യു വാണ്ട് പൂരി? എത്ര പൂരി വേണം? 20. ഈശോ വാവ്, സുന്ദരം പൊട്ട്. അമ്മയുടെ 2 പൊട്ട് പോയി. ഓക്കെ, എന്ത് പറ്റിയേ? 2 പൊട്ട് ഡാഡിക്ക് കാണിച്ചു കൊടുത്ത പൊട്ട്. അയ്യോ അയ്യോ. അപ്പനെ അടിച്ചാലോ? ഉമ്മ കൊടുത്തിട്ട് പോ. ഊരിയും കൊണ്ടാ പോണ ചാക്കോ. ബാഗൊന്നും വേണ്ട മോനെ. ബസ് പോണടാ. ഭവൻസിലെ പിള്ളേരുണ്ട് അതില്. തോമന്റെ ക്ലാസ്സിലെ യൂണിഫോം ഇല്ല. അയ്യോ അയ്യോ. തോമു IW. ബാഗൊന്നും വേണ്ട മോനെ സ്കൂളിൽ പോകുമ്പോ. കള്ള. ബൈ ബൈ. പിടിക്കണോ? ഷിയോ പറയൂ.
വേറെ കാറ് വന്നല്ലേ? ഗേറ്റ് താക്കോൽ എടുത്തിട്ടുണ്ടോ? ബായ് ബായ് തോമോ. ചാക്ക ബായ് പറയൂ ചേട്ടന്. ടേക്ക് കെയർ പറയൂ. ആ എടാ കൊച്ചിനോടൊരു ബായ് പറയടാ. ബായ് പറഞ്ഞില്ലേടി, എന്റെ പൊന്നിനോട് ബായ് പറഞ്ഞില്ലേടി അവൻ. സാരില്ല കേട്ടോ, നമുക്ക് വരുമ്പോ 2 അടി കൊടുക്കാം. ഓക്കെ, അപ്പെങ്കിലും ഒരു ബായ് പറയോ? ഫ്ലൈങ് കിസ് കൊടുക്കോ? ചിയു ചിയു ബായ് അപ്പാന്ന് പറയും. ഐ ലവ് യു. ചിയു ചൂൻ. അമ്മയുടെ സ്വത്താ? അപ്പയുടെ പൊന്നാണോ അമ്മയുടെ പൊന്നാണോ? ഗുഡ് ബോയ്. പോവാണോ അപ്പാ? വണ്ടി എടുക്ക. കാറിന്റെ കളർ എന്താ? ആണോ? റിവേഴ്സ് എടുക്ക. ഈ താലപ്പൊലിയായിട്ട് ഈ വീടിന്റെ വാതിക്ക് ആണോ? ഓക്കേ. അവരെ വണ്ടി റിവേഴ്സ് എടുത്താ പോവില്ലേ ചക്ക? അപ്പൊ ബിഗ് റിവേഴ്സ് എടുത്തു. ദേ പോണു. സേ ബൈ ബൈ എവരിബഡി. തോമുകുട്ടനെ ടാറ്റ തന്നു കണ്ടോ? ബാ ലെറ്റ്സ് ഹാവ് പൂരി. പ്ലീസ് പറയേ. ഉണ്ടാക്കാൻ പോണു. ഡാഡി എടുത്ത് റിമോട്ട് വാങ്ങിച്ചിട്ട് പോയോ? പ്ലീസ് പറയേ. ഷോ ഡാഡിയോട് ഇത്രയും ശത്രുതയോ? പാട്ട് പാടിക്കേ. ഗോഡ്സ് ലവ് പാടൂ. ജയ് ഹിന്ദ് ഒന്നും കൂടെ പാടോ. ഗോഡ്സ് ലവ്. ജയ് ഹിന്ദ്. ഞാൻ സ്കൂളിൽ പോവാന്ന് പറയും. പോയിട്ട് വരാന്ന് പറയും. സേ ബൈ. ബാ പോവാ. ഡാഡി റെഡിയാണ്. ലെറ്റ്സ് ഗോ. ചാക്കോ മരുന്ന് കുടിക്കാം. ഡാഡി വെയിറ്റിംഗ് ആണ് ചാക്കോനെ. പൊടിയൊക്കെ ഉണ്ട് ഓൾറെഡി. കൂൺ വേണ്ട, ഇതിൽ കുടിച്ചാ മതി. ഡ്രിങ്ക് അതിൽ മറിഞ്ഞു പോവോ? കുടിക്ക്. ആ കുടിക്ക്. എന്നിട്ട് ഈ മരുന്ന് കുടിക്കണം. വാവ്. കുടിക്ക്. ശരിക്കും പൊക്കി കുടിക്ക്. അങ്ങനെ. വെരി ഗുഡ് ബോയ്. ഇനി ഇതും കൂടെ. ഓറഞ്ച്. ചാക്കോന്റെ യൂണിഫോമിന്റെ കളർ. ഡ്രിങ്ക് ഇറ്റ്. ഓറഞ്ച്. വെരി ഗുഡ് ബോയ്. സ്ലോലി. കളർ എന്താ? യാ ഗുഡ് ബോയ്. അമ്മേ സ്ലോലി. ആ ഫിനിഷ്. അത് നാക്കി കുടിച്ചോ. ഗുഡ് ബോയ്. വൈറ്റ് കുടിച്ചു. ഇനി കുടിക്കാൻ പറ്റില്ല. അതെല്ലാം കുടിച്ചു നമ്മള്. ഇനി പ്രാർത്ഥിച്ചിട്ട് പോവാൻ നോക്ക്. ഈശ്വര പ്രാർത്ഥിക്ക്. പോ. പാച്ചു വരുന്നില്ല. പാച്ചുവിനെ പിന്നെ കൊണ്ടുപോവാ. സ്കൂട്ടറിലെ പോണം. അപ്പൊ പ്രാർത്ഥിക്കേ. ഈശോനെ ഡാഡിനെ നോക്കി പ്രാർത്ഥിക്കണം. എന്നിട്ടാ ഇവിടെ നോക്കി പ്രാർത്ഥിക്കേ. പോയിട്ട് വരാന്ന് പറ. മമ്മിക്ക് സ്തുതി കൊടുക്കുന്നില്ലേ? ഡോളി മമ്മീനെ വിളിക്കേ. ഇവിടെ റൂമില് ഡോളി മമ്മീനെ വിളിക്കേ. അത് വരുന്നെന്ന് വെയിറ്റ് ചെയ്യാന്ന് പറയേ. ദേ വന്നു. ചെല്ല് സ്തുതി കൊടുത്തിട്ട് വാ. ചെല്ല്. കയ്യിൽ കൊടുത്തിട്ട് വായോ സ്തുതി. സ്തുതി കൊടുക്ക്. കാലത്തൊട്ട് കുമ്പിട്ടുണ്ടോ?
ഉമ്മ കൊടുക്ക മമ്മിക്ക്. ഡാഡി പോവല്ലേ ഡാഡി, ടെൻഷൻ അടിപ്പിക്കല്ലോ കുട്ടീനെ. ഷിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളത്തെ വിശേഷമായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.